മാരുതി സുസുക്കിയുടെ ഇന്ത്യയിലെ ഏറ്റവും ജനപ്രിയമായ മോഡലുകളിലൊന്നാണ് സ്വിഫ്റ്റ്. 2005 മുതൽ ഇന്ത്യൻ വിപണിയിലുള്ള ഈ ചെറുകാറിൻ്റെ 29 ലക്ഷം യൂണിറ്റുകളാണ് രാജ്യത്താകമാനം വിറ്റിട്ടുള്ളത്. ഇപ്പോഴിതാ സ്വിഫ്റ്റിൻ്റെ ഏറ്റവും പുതിയ മോഡൽ പുറത്തിറങ്ങിയിരിക്കുന്നു. 4ാം തലമുറയായി എത്തിയ ഈ സ്വിഫ്റ്റും കഴിഞ്ഞ തലമുറയും തമ്മിൽ എന്തൊക്കെയാണ് വ്യത്യാസങ്ങൾ ഒന്ന് പരിശോധിക്കാം. സ്വിഫ്റ്റിൻ്റെ അടിസ്ഥാന ഘടനയിൽ മാറ്റം വരുത്താതെ വളരെയധികം ചേഞ്ചുകൾ മുൻ മോഡലിനെ അപേക്ഷിച്ച് വരുത്തിയിട്ടുണ്ട്. റീഡിസൈൻ ചെയ്ത ബമ്പറാണ് പുതിയ മോഡലിൽ. ബോണറ്റിനും ഏറെ മാറ്റങ്ങളുണ്ട്. ഹണികോം പാറ്റേണിലുള്ള ഡിസൈനാണ് ഗ്രില്ലിന്. 3ാം തലമുറയിൽ സുസുക്കിയുടെ ലോഗോ ഗ്രില്ലിലായിരുന്നെങ്കിൽ 4ാം തലമുറയിലെത്തിയപ്പോൾ അത് ബോണറ്റിലേക്ക് മാറിയിട്ടുണ്ട്. മുൻ മോഡലിൽ ഗ്രില്ലിന് കുറുകെ നൽകിയിരിക്കുന്ന ക്രോം ലൈനിങ് ഈ മോഡലിൽ ഒഴിവാക്കിയിട്ടുണ്ട്. ഹെഡ്ലാമ്പ് കൺസോളിനുമുണ്ട് ഡിസൈൻ മാറ്റങ്ങൾ. എങ്കിലും ഇരു മോഡലിലും പ്രൊജക്ടർ ഹെഡ്ലാമ്പാണ് ഉപയോഗിക്കുന്നത്. ബൂമറാങ്ങിൻ്റെ ആകൃതിയിലുള്ള ഡേ ടൈം റണ്ണിംഗ് ലാമ്പാണ് പുതിയ മോഡലിൽ. മുൻ മോഡലിൽ DRL ഹെഡ്ലാമ്പിൻ്റെ താഴ്ഭാഗത്താണെങ്കിൽ പുതിയ മോഡലിൽ അത് പ്രൊജക്ടർ ലൈറ്റുകൾക്കും ഇൻഡിക്കേറ്ററിനും ഇടയിലായി നൽകിയിരിക്കുന്നു. LED ഫോഗ് ലാമ്പാണ് പുതിയ മോഡലിൽ. മുൻ തലമുറയിൽ അത് ക്ലിയർ ലെൻസ് ഫോഗ് ലാമ്പുകളായിരുന്നു. വശങ്ങളിലേക്ക് എത്തിയാൽ വാഹനം കുറച്ചുകൂടി വലുതായിട്ടുണ്ട്. നീളം 15 mm കൂടുകയും ഉയരം 10 mm കുറയുകയും ചെയ്തിട്ടുണ്ട്. മുൻ മോഡലിൽ സി പില്ലറിൽ ഒളിപ്പിച്ച രീതിയിലായിരുന്നു ഡോർ ഹാൻഡിലുകളെങ്കിൽ ഈ മോഡലിൽ അത് പഴയ സ്ഥാനത്തേക്ക് തന്നെ തിരിച്ചു വന്നിട്ടുണ്ട്. അലോയ് വീലിൻ്റെ ഡിസൈനിലുമുണ്ട് ചെറിയ മാറ്റങ്ങൾ. പുതിയ പ്രിസിഷൻ കട്ട് അലോയ് വീലുകളാണ്. എന്നാൽ സൈസ് 15 ഇഞ്ച് തന്നെ. കഴിഞ്ഞ മോഡലിൽ നിന്ന് വ്യത്യസ്തമായി ബോണറ്റിൽ ആരംഭിച്ച് ടെയിൽ ലാമ്പിലേക്ക് നീളുന്ന തരത്തിലുള്ള ഒരു ഷോൾഡർ ലൈനും നൽകിയിട്ടുണ്ട്. വാഹനത്തിന് ഒരു മസ്കുലർ ലുക്ക് നൽകുന്നു ആ ഷോൾഡർ ലൈൻ. പിന്നിലേക്ക് എത്തിയാൽ പഴയ മോഡലിൽ നിന്ന് വ്യത്യസ്തമായി സി ആകൃതിയിലുള്ള ക്ലിയർ ലെൻസ് ടെയിൽ ലാമ്പാണ്. വശങ്ങളിലെ പോലെ തന്നെ ബൂട്ട് ഡോറിലും ബോൾഡായ ലൈൻ നൽകിയിട്ടുണ്ട്. പഴയ സ്വിഫ്റ്റിനെ അപേക്ഷിച്ച് താഴ്ന്ന ബൂട്ട് ലിഡാണ്. അതുകൊണ്ട് തന്നെ സാധനങ്ങൾ കയറ്റാനും ഇറക്കാനും വളരെ എളുപ്പമാണ്. പുറം ഭാഗത്തെ അപേക്ഷിച്ച് ഇൻറ്റീരിയറിൽ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. റീഡിസൈൻ ചെയ്ത ഡാഷ്ബോർഡാണ് പുതിയ വാഹനത്തിൽ. ഓൾ ബ്ലാക്ക് തീമിലുള്ള ഡാഷ്ബോർഡിൽ മാരുതിയുടെ തന്നെ ഫ്രോങ്സ്, ബലേനോ എന്നീ വാഹനങ്ങളോടാണ് കൂടുതൽ സാമ്യം. 9 ഇഞ്ചുള്ള ഫ്രീ സ്റ്റാൻഡിംഗ് ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റമാണ് ഇൻറ്റീരിയറിലെ പ്രധാന ആകർഷണം. ഈ മോഡലിൽ അത് ഫ്രീ സ്റ്റാൻഡിംഗ് രീതിയിലാണെങ്കിൽ കഴിഞ്ഞ മോഡലിലെ 7 ഇഞ്ച് ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റം ഡാഷ്ബോർഡിൽ ഉറപ്പിച്ച രീതിയിലായിരുന്നു. വയർലെസ് ആൻഡ്രോയിഡ് ഓട്ടോ, ആപ്പിൾ കാർപ്ലേ, വയർലെസ് ചാർജർ എന്നിവയുമുണ്ട്. കൂടാതെ 7 ഇഞ്ച് MID ഡിസ്പ്ലേയുമുണ്ട്. സീറ്റുകൾക്ക് കാര്യമായ മാറ്റങ്ങൾ സംഭവിച്ചിട്ടില്ല. നല്ല യാത്രാസുഖം നൽകുന്ന സീറ്റുകളാണ് ഇരു മോഡലുകളിലും. പിൻ സീറ്റിലെ യാത്രക്കാർക്കും 2 ഫാസ്റ്റ് ചാർജിംഗ് സ്ലോട്ടുകളും നൽകിയിട്ടുണ്ട്. പുതിയ സ്വിഫ്റ്റിൻ്റെ മറ്റൊരു സവിശേഷത അടിസ്ഥാന മോഡൽ മുതൽ 6 എയർ ബാഗുകൾ ഉണ്ടെന്നുള്ളതാണ്. കൂടാതെ റിയർ പാർക്കിംഗ് ക്യാമറ, ഇലക്ട്രോണിക് സ്റ്റെബിലിറ്റി കൺട്രോൾ തുടങ്ങിയ സുരക്ഷാ സംവിധാനങ്ങൾ വേറെയും. ഇനി 4ാം തലമുറ സ്വിഫ്റ്റിൻ്റെ ഏറ്റവും വലിയ പുതുമയിലേക്ക് വന്നാൽ എൻജിൻ തന്നെയാണ്. പഴയ 1.2 ലിറ്റർ എഞ്ചിന് പകരം പുതിയ C സീരീസിലുള്ള 1.2 ലിറ്റർ 3 സിലിണ്ടർ എഞ്ചിനാണ് ഈ സ്വിഫ്റ്റിൽ ഉപയോഗിച്ചിരിക്കുന്നത്. പഴയ മോഡലിനേക്കാൾ കരുത്തിൽ 8 PS കുറവുണ്ട് ഈ എഞ്ചിൻ. എങ്കിലും പിക്കപ്പിലും പ്രകടനത്തിലും ഒരു പടി മുന്നിലാണ് C സീരീസ് എഞ്ചിൻ. പഴയ മോഡലിനേക്കാൾ കുറഞ്ഞ RPMൽ ആർജിക്കുന്ന കരുത്തും 112 Nm ടോർക്കും ഡ്രൈവിംഗിൻ്റെ സുഖം വർദ്ധിപ്പിക്കുന്നു. മാരുതിയുടെ ഏറ്റവും സൂപ്പർ ഹിറ്റ് മോഡലിൻ്റെ പുതിയ തലമുറ വിപണിയിലെത്തിയപ്പോഴും കൂടുതലല്ലാതെ ഒട്ടും കുറവുകൾ മാരുതി വരുത്തിയിട്ടില്ല. ഈ മോഡലും വിപണിയിൽ സൂപ്പർ ഹിറ്റ് ആവും, ഉറപ്പിക്കാം.